ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. നിങ്ങളുടെ സഭയിൽ ഇങ്ങനെ കടന്നു വരുവാനും വചനത്തിൽ നിന്ന് പറയുവാനായിട്ട് അവസരം എനിക്ക് ഒരുക്കി തന്ന എല്ലാ പ്രിയമുള്ളവരോടും എൻ്റെ നന്ദി സ്നേഹം ആദ്യമേ അറിയിക്കുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചകളിലായിട്ട് ഞാൻ ആ കാര്യം ചെയ്തുകൊണ്ടിരുന്നു. ഇന്നും കൂടെ ചെയ്തിട്ട് അതിനൊരു സമാപ്തി കുറിക്കണം എന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചു വന്നത് നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന് കുറിവാക്യമായിട്ട് 3 വചനഭാഗങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി. ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യെശയ്യാപ്രവചനം 33-ാം അധ്യായം 15-16 വാക്യങ്ങളും അതുപോലെ 15-ാം സങ്കീർത്തനവും അവസാനമായി 3-ാമതായിട്ട് വായിച്ചത് 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 വാക്യങ്ങളാണ് നാം വായിക്കുകയുണ്ടായത്. അത് ഇപ്പോൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്നാൽ അതിനോടുള്ള ബന്ധത്തിൽ യെശയ്യാപ്രവചനം 33-ാം അധ്യായം 15 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 2 അവയവങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഇനി തുടർന്ന് 4 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങൾ അതുപോലെ വിസ്തൃതമായിട്ട് ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് ആ നിലയിലൊരു സമയം എടുത്ത് പറയുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നില്ല. പ്രാരംഭമായിട്ട് നമുക്ക് 33-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കാം. അവിടെ നാം വായിക്കുന്നു: നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞിട്ട് 16-ാം വാക്യത്തിൽ അങ്ങനെയുള്ളവർക്കുള്ള അനുഗ്രഹീതമായ അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും, പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും, അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുറ്റിപ്പോകുകയില്ല എന്നാണ് പറയുന്നത്. 15-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആരംഭത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ കൂടാരത്തിൽ ആർ പാർക്കും, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പാർക്കാനും വസിക്കാനും ഉള്ളതായിട്ടുള്ള വ്യവസ്ഥകളെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയുള്ളവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഓർക്കുക, ദൈവമക്കൾക്ക് ഉള്ള വ്യവസ്ഥകൾ അവർ പാലിച്ചാൽ അവർ കുലുങ്ങിപ്പോകാത്ത നീതിമാന്മാരായിട്ട് നിലനിൽക്കുവാനായിട്ട് സാധിക്കും. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ: യഹോവയിൽ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അപ്പോൾ ലജ്ജിച്ചു പോകാത്ത നീതിമാന്മാരാക്കി തീർക്കുമ്പോൾ സ്ഥായിയായിട്ടുള്ള ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമസ്ഥരാക്കി ദൈവം നമ്മെ ആക്കി തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 125-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ വായിക്കുന്ന: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങി പോകാതെ എന്നേക്കും നിലനിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാകും. അപ്പോൾ ഈ നിലയിലൊക്കെ ആയിത്തീരണമെങ്കിൽ തിരുവചനത്തിലെ വ്യവസ്ഥകൾ പാലിച്ചാലേ മതിയാകും എന്നുള്ള കാര്യം നാം ഓർക്കണം. കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിച്ചത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇതാണ് നാം ഓർത്തതായിട്ടുള്ള വചനഭാഗങ്ങൾ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. കാരണം ദൈവം എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിൽ ഉദ്ദേശങ്ങളുണ്ട്. ഉദ്ദേശ സാധ്യതയ്ക്കായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നാം വിനിയോഗിക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് തുടർന്നുള്ള ഭാഗം പെട്ടെന്ന് പറഞ്ഞ് നിർത്താമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ആ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സദൃശവാക്യങ്ങളിൽ നിന്ന്
ചില വാക്യങ്ങൾ വായിക്കാം എന്ന് വിചാരിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകും. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുപോകുക. ജീവൻ എളുപ്പവും അതിൽ നിന്ന് ആകുന്നത്. വായുടെ വക്രത നിങ്ങളിൽ നിന്ന് നീക്കിത്തള്ളാൻ അതിരുടെ വികടം നിങ്ങളിൽ നിന്ന് അകറ്റുക. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വയെ മുമ്പോട്ട് തിരിക്കട്ടെ. നിന്റെ കാലിലുള്ള പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിന്റെ കാലിനെ ദോഷം പെരുമാറാക്കുക. ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. തുടർന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ഈ വചനഭാഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നാം യെശയ്യാപ്രവചനം 33-ാം അധ്യായം 15-ാം വാക്യത്തിൽ തുടർന്ന് നാം ചിന്തിച്ചതിന് പുറകാലെ വരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് പറയാമോ? പീഡനത്താലുള്ള ആദായം വെറുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഏത് അവയവത്തെയായിരിക്കും കാണിക്കുക? ഹൃദയം. നമ്മുടെ ഹൃദയത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പറഞ്ഞ ഭാഗത്തും അത് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടിയിട്ട് വേർതിരിക്കുവാനായിട്ട് കഴിയണം. അത് വേർതിരിക്കുക എന്ന് മാത്രമല്ല, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ബന്ധത്തിൽ നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ വകയാണ്. നാം അത് ഓർത്തതാണ്. അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ വാക്യം ഓർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാനായിട്ടും ആഗ്രഹിച്ചാൽ അതിന് ആദ്യം ചോദിക്കേണ്ട അവിടെയാണ്, ദൈവത്തോടാണ് ചോദിക്കേണ്ടത്. അത് മറന്നുപോകരുത്. അങ്ങനെ ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ച് ചെയ്യുന്നവൻ്റെ ഒരുവൻ്റെ ജീവിതം ധന്യമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം തെറ്റുകൾ ഒത്തിരി ചെയ്യാറുണ്ട്. നമ്മൾ ആഗ്രഹിച്ചൊന്നും ചെയ്യുന്നതല്ല. പലതും നമ്മൾ അറിയാതെ ചെയ്യുന്നതായിരിക്കാം, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും ഉണ്ടായിരിക്കാം. പക്ഷേ എല്ലാറ്റിനും പരിഹാരം കർത്താവിൻ്റെ സന്നിധിയിലാണ്, ദൈവത്തിൻ്റെ വചനത്തിലാണ് എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായിട്ടാണ് ഹൃദയത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹൃദയത്തിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായിട്ട് ഇതിനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ മെയിനായിട്ടുള്ള പ്രവർത്തനം എന്താണ്? പമ്പിംഗ് ആണ്. രക്തം പമ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ശുദ്ധമായ രക്തം ശരീരത്തിലേക്ക് അയച്ചുകൊണ്ട് ജീവനെ നിലനിർത്തുന്ന പ്രക്രിയയാണ് ഹൃദയം ചെയ്യുന്നത്. അതുപോലെ തന്നെ അശുദ്ധമായിട്ടുള്ള രക്തം ശ്വാസകോശത്തിലേക്ക് അയച്ചിട്ട് അതിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയും അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്സിജന്റെ വിതരണം, പോഷകങ്ങൾ അയച്ചു കൊടുക്കുന്ന ഈ ഹൃദയത്തിലൂടെയാണ് എന്നാണ് ശരീരശാസ്ത്രം പറയുന്നത്. അതുപോലെ മാലിന്യം നീക്കം ചെയ്യുക, ആ പ്രക്രിയ ചെയ്യുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് ഒക്കെ തുടങ്ങിയുള്ള മാലിന്യങ്ങൾ ഇത് നീക്കം ചെയ്യുവാനായിട്ടുള്ള ഒരു കാര്യം ഹൃദയത്തിലൂടെയാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഹൃദയത്തിന് എന്തുണ്ട്? നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. പ്രിയ ക്രിസ്തു വിശ്വാസികളെ, ഞാൻ പറയട്ടെ, നമുക്കെല്ലാവർക്കും നാം അടങ്ങിയിരിക്കുവാനായിട്ട് പാടില്ല. കാരണം നമുക്ക് നിരന്തരമായിട്ട് പ്രവർത്തിച്ചാലേ, നാം അലേർട്ടായിട്ട് ഇരുന്നാലേ നമുക്ക് പ്രായോഗിക ക്രിസ്തീയ ജീവിതം ധന്യകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയുള്ളൂ. ആ നിലയിൽ ഹൃദയത്തിൻ്റെ
നടക്കുന്ന പ്രത്യേകതയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഒന്ന്, നിരന്തരമായിട്ടുള്ള പ്രവർത്തനം. രണ്ടാമത്തെ കാര്യം, ശുദ്ധവും അശുദ്ധവുമായിട്ടുള്ള രക്തത്തിന് ഒരു വേർതിരിവുണ്ടാക്കുന്ന ഒരു പ്രക്രിയ ഹൃദയം ചെയ്യുന്നു. അതുപോലെ ജീവൻ നൽകുന്ന ഒരു പ്രവാഹമായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഹൃദയത്തെ എല്ലാ നിലയിലും കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. നാം സദൃശവാക്യങ്ങളിൽ വായിച്ചപ്പോൾ ആ വാക്യത്തിൽ എന്തായിരുന്നു നാം വായിച്ചത്? അതിൻ്റെ 23-ാം വാക്യത്തിൽ നാം വായിച്ചത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ല. അപ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്തുവാനായിട്ട് നമ്മുടെ ശരീരത്തിലെ ജീവ അവയവമായിരിക്കുന്ന ഈ ഹൃദയത്തെ എല്ലാ നിലയിലും കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അതാണ് ബൈബിൾ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് കേവലം ഒരു അവയവമായിട്ട് മാത്രമല്ല തിരുവചനം വെളിപ്പെടുത്തുന്നത്. പിന്നെ എന്താണ്? മനുഷ്യന്റെ ആന്തരിക ജീവൻ, ചിന്തകൾ, മനസ്സ്, ഇഷ്ടം, അതുപോലെ തീരുമാനങ്ങൾ, വിശ്വാസം, ആത്മാവ് എന്നിവയെയും അതിനെ സൂചിപ്പിക്കുവാനായിട്ട് ഹൃദയത്തെയാണ് മുൻനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹൃദയത്തെ എല്ലാ നിലയിലും കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയേണ്ട ഇത് വളരെ ആവശ്യമാണ്. ഹൃദയത്തെ ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ബൈബിൾ സത്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് തിരുവചനം പറയുന്നത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട്? അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 6 കാര്യങ്ങൾ പറയുവാനായിട്ട് കഴിയുന്നു. ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം, നാം വായിച്ചതുപോലെ ഹൃദയം ജീവന്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടെ ഇതിനെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നാം കണ്ടല്ലോ, ശരീരശാസ്ത്രപരമായിട്ട് നാം കണ്ടു, ഇത് രക്തം പമ്പ് ചെയ്യുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടവന്നതാണ്. അപ്പോൾ ബൈബിൾ പരമായിട്ട് നാം ചിന്തിക്കുമ്പോൾ സദൃശവാക്യങ്ങൾ 4:23 പറയുന്നത് പോലെ മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിന്റെ കേന്ദ്രമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനെ കാത്തു സൂക്ഷിക്കുവാനായിട്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം നാം ഓർത്തത്, അശുദ്ധിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയ എന്ത് ചെയ്യുന്നു? ഹൃദയം ചെയ്യുന്നു എന്ന് നാം കണ്ടു. അപ്പോൾ എന്താ ആവശ്യമാണ്? ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. അശുദ്ധിയെ നീക്കുന്ന പ്രക്രിയ ഹൃദയം ചെയ്യുമ്പോൾ ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹൃദയം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നതായുള്ള എല്ലാ അശുദ്ധിയെയും നീക്കം ചെയ്യുവാനാണ് ഈ ഹൃദയം കൊണ്ട് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 9 വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ളതാണല്ലോ. ഒന്ന് പറയാമോ? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അപ്പോൾ ഈ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണ്ടേ? നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു പോകുന്നതായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. അത് തന്നെയാണ് പറയുന്നത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവനാ? നമ്മുടെ ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. നമുക്കും അറിയാം, നമുക്കറിയാൻ പാടാത്ത കാര്യങ്ങളുണ്ട്. അടുത്ത നിമിഷം നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് നമുക്കറിയില്ല. അപ്പോൾ വളരെ ഗൗരവത്തോടെ നമുക്ക് തന്നിരിക്കുന്ന ഹൃദയം എന്ന ഈ ജീവ അവയവത്തെ നാം കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു പ്രായോഗിക സത്യം പറയട്ടെ, ശാസ്ത്രപരമായിട്ട് അശുദ്ധ രക്തത്തെ ശരീരത്തിൽ നീക്കം ചെയ്യാൻ കഴിയാതെ വന്നാൽ എന്താ സംഭവിക്കുക? മരണം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു വിശ്വാസികളായിരിക്കുന്ന നാം മനസ്സിലാക്കേണ്ടത്, ഹൃദയത്തെ പാപത്തിൽ നിന്ന്
മാറ്റി നിർത്തുവാനായിട്ട്, അതിനെ പാപത്തെ അറുത്ത് മാറ്റുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, നന്മയും തിന്മയും ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. നന്മ വരുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നിന്നാണ്, തിന്മ വരുന്നുണ്ടെങ്കിലും അത് ഹൃദയത്തിൽ നിന്നാണ്. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനത് വായിക്കാം. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് അടക്കി വെക്കാനായിട്ട് സാധിക്കും, പക്ഷേ നമ്മുടെ പൂർണ്ണ രൂപം നമുക്ക് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നാം ആരാണ് എന്നുള്ളത്. ഇവിടെ പറയുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. ഈ ഹൃദയത്തിൽ നിന്നാണ് നന്മയും തിന്മയും എല്ലാം പുറപ്പെടുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുമ്പോൾ ദുഷ്ടത നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുഷ്ടമായ കാര്യങ്ങളാണ് പുറപ്പെടുവിക്കാനായിട്ട് ഇടവരുന്നത് എന്നുള്ള കാര്യത്തെ നാം മറന്നു പോകരുത് എന്നുള്ളത് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം എങ്ങനെയാണോ അത് ശരീരം അത് പ്രകടിപ്പിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ഈ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ വായ് പ്രസ്താവിക്കും. അത് നമ്മുടെ ജീവിതം വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് നന്മയും തിന്മയും ഈ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളത് കൊണ്ടത് നാം നന്മ മാത്രം പുറപ്പെടുവിക്കുന്നവരായിട്ട് ഒരു നന്മയുടെ വൃക്ഷമായിട്ട് തീരേണ്ടത് വളരെ ആവശ്യമാണ്. നാലാമത്തെ കാര്യം, 2 തരത്തിലുള്ള പ്രവാഹത്തെ കുറിച്ച് നാം ഓർത്തല്ലോ. 2 ശുദ്ധരക്തവും അശുദ്ധ രക്തവും ആയതിനെ കുറിച്ച് നാം ഓർക്കുകയുണ്ടായി. അപ്പോൾ ശുദ്ധമായതും അശുദ്ധമായതിനെ കുറിച്ച് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എടുത്തു വായിക്കുന്നില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജഡത്തിന്റെ പ്രവൃത്തികൾ, ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നാം നന്നായിട്ട് അറിയുന്നവരാണ്. അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളെയല്ല, ആത്മാവിന്റെ ആത്മാവിന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. 5-ാമത്തെ കാര്യം, ഹൃദയം സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെ നാം ഓർക്കും. അത് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. എപ്പോഴും പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഹൃദയമായിരിക്കണം. ഈ ഹൃദയത്തിൻ്റെ ഇടുപ്പ് നിലച്ചാൽ എന്ത് സംഭവിക്കും? മരണം സംഭവിക്കുവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്കറിയാം. ഹൃദയം പ്രവർത്തനരഹിതമായാൽ ജീവൻ അപകടത്തിലാകുന്നത് പോലെ തന്നെ ഈ ഹൃദയത്തെ കാത്തു സൂക്ഷിച്ച് ഈ ഹൃദയത്തിലൂടെ പ്രവർത്തിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാണ്, ആത്മീക ജീവിതം അപകടത്തിലാണ്. നമുക്കറിയാം, അനേകം പേര് വീണുപോയിട്ടുണ്ട്. അതിനൊക്കെ മുഖ്യ കാരണം ഈ ഹൃദയത്തിലെ കാര്യങ്ങളാണ്. ഒന്ന് കാണുന്നു, ഹൃദയത്തിൽ ചിന്തിക്കുന്നു, നിരൂപിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഈ കാര്യങ്ങളിലൂടെയാണ് ഓരോ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഹൃദയത്തെ നാം ഏത് നിലയിലും കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. 6-ാമത്തെ കാര്യം, ഈ ഹൃദയത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. നാം വായിച്ച വാക്യത്തിലുണ്ട്, ഭാഗത്തുണ്ട്. 4-ന്റെ ഹൃദയത്തെ നാം സകല ജാഗ്രതയോടും കൂടെ, വെറും ജാഗ്രതയല്ല, സകല ജാഗ്രതയോടും കൂടെ സൂക്ഷിക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം, ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്നുള്ളതാണ്. അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ഹൃദയത്തിലേക്ക് നിഗൂഢമായിട്ടുള്ള അനേക കാര്യങ്ങൾ കടന്നു വന്ന് താൻ പാപം ചെയ്തു. താൻ അത് പരിഹാരത്തിനായിട്ട് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പാപക്ഷമ ലഭിച്ചിട്ടുണ്ട് എന്നറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഹൃദയം കൊണ്ട് നാം പാപം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ പരിഹാരം കണ്ടെത്തുന്നത് ഞാനാണ്, എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ. കാരണം മറ്റുള്ളവർക്ക് എന്തറിയില്ല, മറ്റുള്ളവർക്കറിയില്ല എൻ്റെ ഹൃദയത്തിലൂടെ എന്തൊക്കെയാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ എല്ലാ നിലയിലും ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് പോലെ
സകല ജാഗ്രതയോടുകൂടെ ഇതിനെ കാത്തു സൂക്ഷിക്കണം. കാരണം ജീവന്റെ ഉത്ഭവം ഇതിൽ നിന്നാണ്. യെശയ്യാ ദീർഘദർശി പറയുകയാണ്, പീഡനത്താലുള്ള ആദായം ദൂർക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്നത് മുഖാന്തരം നാം മാത്രമായിരിക്കും എല്ലാം ധന്യമായി തീരുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടെ സേവ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് ഈ കാര്യത്തിൽ നാം വിശ്വസ്തരായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത കാര്യം നമുക്ക് കാണുവാനായി കഴിയുന്നത്, കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞ് കളയുക എന്നുള്ളതാണ്. അല്ലേ? ആമാ, അതെ. കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുക. അതിനെ കൈ കുടഞ്ഞു കളയാൻ പറ്റുമോ? കൈ കുടഞ്ഞു കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ കൈകളുടെ പ്രവർത്തികൾ കൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തികളെ അർത്ഥമാറ്റുക. സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, നിന്റെ ഒരു കൈ നിനക്ക് ഇടർച്ച പറ്റിയാൽ അതിനെ വെട്ടിക്കളയുക എന്ന്. അതിൻ്റെ അടുത്ത് ആ കൈ വെട്ടിക്കളയാനാണോ? അല്ല. ആ കൈകൾ കൊണ്ട് എന്താണോ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നത്, ആ കാര്യങ്ങളെ അർത്ഥമാറ്റുക എന്നുള്ളതാണ്. കണ്ണിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞു, നിന്റെ ഒരു കണ്ണ് ഇടച്ചു പറ്റിയാൽ അതിനെ ചൂണ്ടെടുത്ത് കളയുക. കണ്ണിനെ എടുത്ത് കളയുക, അങ്ങനെ രാക്ഷണികമായിട്ട് അതിനെ എടുത്ത് കളയാനായിട്ടില്ല. ആ കണ്ണുകൊണ്ട് നാം എന്ത് പ്രവൃത്തികളാണ് ചെയ്യുന്നത്, ആ പ്രവൃത്തികളെ നിർമൂലമാക്കുക. കാരണം ഈ കണ്ണുമായിട്ട് നാം എന്ത് ചെയ്തിട്ടുള്ളവരാണ്? ദയമം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടെ നാം മനസ്സിലാക്കുക. കൈകളെ കുറിച്ച് അതിൻ്റെ ശരീരഘടനയിലേക്ക് പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അവിടെ നിന്ന് പറയുന്നില്ല. എന്നാൽ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോരാണ്. പ്രവർത്തനം എന്താണ് ചെയ്യുന്നത്? കൈകൾ കൊണ്ട് നാം ചെയ്യുന്നു, പിടിക്കുന്നു. പിന്നെ അത് പിടിക്കുക മാത്രമല്ല, അത് വിടുകയും ചെയ്യുന്നു. പിന്നെ അതുപോലെ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നു. കൈ സ്പർശന ശക്തി അതിലുണ്ട്, തിരിച്ചറിയുന്ന ശക്തി അതിലുണ്ട്. ഉപാധികൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് കൈകൾ വിനിയോഗിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ആയിട്ടുള്ള രീതിയിലാണ് ദൈവം ഈ കാര്യങ്ങൾ മനോഹരമായിട്ട് നനഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വിരലുകളുടെ അളവിലൊക്കെ വ്യത്യാസമുണ്ട്, വലിപ്പത്തിലും അതിൻ്റെ നീളത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. അത് ദൈവം അറിഞ്ഞ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഭയങ്കരവും അതിശയവുമായിട്ട് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്രയോ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ മനോഹരമായിട്ട് മെനഞ്ഞിരിക്കുന്ന കൈകൾ കൊണ്ട് നാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല, ഈ കൈകൾ ശരീരത്തിൻ്റെ ഒരു പ്രവർത്തന വിഭാഗമാണ്. അതെങ്ങനെയാണ്? ഒരു കാര്യം കൈകളോട് ചെയ്യാനായിട്ട് മസ്തിഷ്കം പറയുന്ന കാര്യങ്ങൾ കൈകൾ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ, മകനെ ഇത് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. കൈകളെ കുറിച്ച് ആത്മീയമായിട്ടുള്ള ചില സത്യങ്ങൾ ഓർപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഒന്നാമതായിട്ട്, കൈകളെ കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൈയെക്കുറിച്ച് നാം വർണ്ണിക്കാറുണ്ട്, അല്ലേ? അവൻ്റെ കൈ വീണ്ടും പ്രവർത്തിക്കുന്നതാണ്. അവൻ്റെ വലം കൈ കൊണ്ട് എന്നെ പിടിച്ചിരിക്കുന്നു, ആ കൈ കൊണ്ട് എന്നെ താങ്ങി നിർത്തുന്നു. അങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ നാം പറയാറുണ്ട്. അവൻ്റെ ആ സ്നേഹപാശങ്ങൾ കൊണ്ട് നമ്മെ വലിച്ചെടുത്ത് രക്ഷിച്ചു, ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മെ ഉയർത്തി ഉറപ്പുള്ള പാറമേൽ നിർത്തി എന്നൊക്കെ നാം പറയാറുണ്ട്. വാസ്തവത്തിൽ അവൻ നമ്മോട് ചെയ്ത കാര്യങ്ങൾ നാം ഓർക്കാറുണ്ടോ? ഹൃദയം കൊണ്ട് അത് ഓർക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. സങ്കീർത്തനങ്ങൾ 63-8 വാക്യം ഒന്ന് വായിക്കാമോ? സങ്കീർത്തനങ്ങൾ 63-8 കിട്ടിയില്ലെങ്കിൽ ഞാൻ വായിക്കാം. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ഇത് ഏത് കൈയായിരിക്കും? നമ്മുടെ ദൈവത്തിന്റെ കൈ സംരക്ഷണത്തിന്റെ കൈയാണ്. പലപ്പോഴും നാം വേവലാതിപ്പെടാറുണ്ട്, എന്നെ ആര് സഹായിക്കും? എന്നെ സഹായിക്കുന്ന കരങ്ങൾ കർത്താവിൻ്റെതാണ്. നമ്മുടെ സഹായം ഉയരത്തിൽ നിന്നാണ്.
സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ഏത് കരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വാക്കിനാൽ വിളിച്ച് ആക്കിയോ ആ ദൈവത്തിൽ നിന്നാണ് നമ്മുടെ സഹായം വരുന്നത്. അതുപോലെ തന്നെ കൃപയുടെ സിംഹാസനം നമുക്കായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? എബ്രായലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനായിട്ടുള്ള കൃപ പ്രാപിപ്പാനുമായിട്ട് കൃപാസനത്തിന്റെ അടുക്കലോളം അടുത്ത് ചെല്ലുക. നമ്മുടെ ദൈവത്തിന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് എത്രയും അനുഗ്രഹീതമായിട്ടുള്ള കരങ്ങളാണ്. അത് സംരക്ഷിക്കുന്ന കൈയാണ്. 118-ാം സങ്കീർത്തനം 16-ാം വാക്യത്തില് ഞാൻ വായിക്കാം. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. എന്താണ് ഇത് കാണിക്കുന്നത്? നമ്മുടെ ദൈവത്തിന്റെ കൈ ശക്തിയുള്ള കൈയാണ്. നാം പറയാറുണ്ട് സർവശക്തനായിരിക്കുന്ന ദൈവം. ആലങ്കാരികമായിട്ട് പറയുന്നതാണോ? അല്ല. ആലങ്കാരികമായിട്ട് പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ദൈവം സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. അവന്റെ കരങ്ങൾ സർവശക്തി ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, നിന്റെ കൈ എന്നെ ഉരുവാക്കി എന്നെ മുഴുവനും ചമച്ചു, എന്നിട്ടും നീ എന്നെ നശിപ്പിച്ചു കളയുന്നു എന്ന് അവിടെ പറയുക. അപ്പോൾ എന്താണ്? ഈ കരങ്ങൾ കൊണ്ടാണ് നമ്മെ സൃഷ്ടിച്ചത്. ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മറ്റെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യനെ മാത്രം നിലത്തെ പൊടിയെടുത്ത് തൻ്റെ കരങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിച്ചു. വീണ്ടും വഴിതെറ്റിപ്പോയ മനുഷ്യനെ അവൻ എന്ത് ചെയ്തു? അവൻ രൂപപ്പെടുത്തി. അവൻ വീണ്ടും അവൻ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അവനെ രൂപപ്പെടുത്തിയെടുത്തതായിട്ട് നമുക്ക് കാണുവാനും കഴിയും. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന കരങ്ങളാണ്, സൃഷ്ടിച്ചിരിക്കുന്ന കരങ്ങളാണ്, അതുപോലെ സംരക്ഷിക്കുന്ന കരങ്ങളാണ്, അതുപോലെ രക്ഷിക്കുന്ന കരങ്ങളാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അവസാന ഭാഗം പറയുന്നുണ്ടല്ലോ, ഈ കരങ്ങൾ കൊണ്ട് നശിപ്പിച്ചു കളയുന്നു എന്നുള്ളൊരു സത്യം അവിടെ വാർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കരങ്ങൾ നമുക്ക് ശിക്ഷാവിധിക്ക് ഒരിക്കലും കാരണമായി തീരുവാനായിട്ട് ഇടവരരുത്. ഇവളവരെ വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം, കൈകളോടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ കൈയാണ്. മനുഷ്യന്റെ കൈ അത് ആത്മീയമായ ഭാഷയിൽ പറയുമ്പോൾ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് തന്നിരിക്കുന്ന ഒരു ഉപകരണമാണ്. നാം പറയാറുണ്ട്, എന്താ, അവന്റെ കരങ്ങളിൽ നൽപ്പെടുന്ന മഹത്തായ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് നാം ഓർക്കാറുണ്ട്. അത് എത്രയും വാസ്തവമാണ്. ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്നത്തെ പ്രവൃത്തിയെല്ലാം നമ്മിലൂടെയാണ് നടത്തുവാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്നത്. ഇന്ന് നാം അവന്റെ അംബാസഡേഴ്സ് ആണ് ഇവിടെ. ഒരിക്കൽ കർത്താവ് അത് ചെയ്തു കാണിച്ചു. ഇന്ന് ചെയ്യേണ്ടത് ആരാണ്? നാം ആണ് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ കൈ അപ്രകാരമുള്ള കൈ ആയിരിക്കണമെന്ന് തിരുവചനം പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ മാത്രമേ പറയാനായിട്ട് പറ്റുകയുള്ളൂ. അത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, നമ്മുടെ ഈ കരങ്ങൾ വിശുദ്ധ കരങ്ങളായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്ന പരിചയമുള്ള വാക്യമാണ് ഞാൻ പറയാം. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ കരങ്ങൾ എന്തിന്റെ കരങ്ങളായിരിക്കണം? പ്രാർത്ഥിക്കാനായിട്ടുള്ള ഉപകരണമായിരിക്കും. കൈകൾ പ്രവൃത്തിയെ കാണിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ പ്രവൃത്തി ദൈവസന്നിധിയിൽ നീതിപരമാക്കി തീർത്ത് പ്രാർത്ഥനയ്ക്കുള്ള ഉപകരണമാക്കി തീർക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമതായിട്ട് വിശുദ്ധ കൈകൾ അത് പ്രാർത്ഥനയ്ക്കുള്ള ഉപകരണമാക്കി തീർക്കണം. രണ്ടാമത്തെ കാര്യം, സൽപ്രവൃത്തിക്കായിട്ട് നാം നമ്മുടെ കൈകളെ സമർപ്പിക്കണം. നമുക്കറിയാമല്ലോ, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്താണ് വായിക്കുന്നത്? നാം സൽപ്രവൃത്തികൾക്കായിട്ട്
സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറയുന്നുണ്ട്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 50-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് പ്രകാരമാണ്: ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവർത്തിയ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല എന്ന് പറയുന്നത്. അതിന്റെ ആദ്യത്തെ ഭാഗമാണ് നാം ചിന്തിക്കുന്നത്. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യും. ഇതാണ് ദൈവമക്കളായിരിക്കുന്ന നമ്മെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, അത് നാൾ സമീപിക്കുന്നു എന്ന് കാണുന്നവർ എന്ത് ചെയ്യണം? എങ്ങനെ ചെയ്യണമെന്നാ? അധികമായിട്ട് ചെയ്യണം. പ്രിയമുള്ളവരെ, നാം വന്നെത്തിരിക്കുന്ന കാലഘട്ടം എന്താണ് നമുക്ക് നല്ലതുപോലെ അറിയാം. ഇനി അധികം നാളുകളില്ല എന്ന് നാം പാടാറുണ്ട്, നാം പറയാറുണ്ട്, ഓർക്കാറുണ്ട്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് നാം ഓർക്കുന്നു. പക്ഷേ നമുക്ക് സുബോധമുള്ളവരായിരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ചെയ്യുവാനായിട്ട് ഇപ്പോഴല്ലേ ചെയ്യുവാൻ പ്രാപ്തി ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നാം സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ അധികമായിട്ട് ചെയ്യുവാനും കൂടുതൽ സമർപ്പണത്തോടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ വിശ്വസ്തയോടുകൂടെ ചെയ്യുവാനും കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു കാര്യം, ഈ കരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് സദൃശവാക്യങ്ങൾ 31:20 വായിക്കാം. സദൃശവാക്യങ്ങൾ 31:20. അവിടെ സാമർഥ്യമുള്ള സ്ത്രീയെ കുറിച്ച്, ആ ഭാര്യയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അവിടെ വിഷയം. അവൾ തന്റെ കൈ വലിയവർക്ക് കൊടുക്കുന്നു, നാം ചെയ്യേണ്ട കാര്യമാണ്. എന്താണ് ചെയ്യേണ്ടത്? എളിയവർക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കരങ്ങൾ തുറക്കപ്പെടണം. പ്രിയമുള്ളവരെ, ഇത് വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം, നാം നന്മയുടെ എന്താ പറയുക, സ്നേഹത്തിന്റെ സന്ദേശം അറിയിക്കുന്നവരാണ്. നാം പല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നാം അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നവരാണ്. പക്ഷേ നാം എന്ത് ചെയ്യുന്നു, എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ പറയുക, അവൾ തൻ്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടുന്നു. ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആവശ്യമാണ്. നമ്മുടെ കർത്താവ് ഇങ്ങനെയുള്ളവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നവനാണ്. തീർച്ചും ജനകീയനാണ് എന്നുള്ളത് നമുക്ക് വരച്ച് കാണിച്ച് തന്നിട്ടുള്ളതാണ്. നാം അവനെ മാതൃകാ പുരുഷനായിട്ട് കാണുന്നെങ്കിൽ അവൻ പ്രവർത്തിക്കുവാനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നാം പ്രവർത്തിക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. താഴ്മയോടുള്ള ബന്ധത്തിൽ, താഴ്മയുള്ള സേവനത്തോടുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ എന്താ കർത്താവ് ചെയ്തത്? അത് ചെയ്ത് കാണിച്ചു, മാതൃക വരച്ചു, സ്കെച്ചും പ്ലാനും എല്ലാം വരച്ചിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കരങ്ങൾ ചെയ്യേണ്ടതിനെ ചെയ്യുവാനായിട്ട് കരുണയുടെ കരമാക്കി തീർക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. 4-ാമത്തെ കാര്യം, ഈ കരങ്ങൾ കൊണ്ട് അശുദ്ധ പ്രവൃത്തികളൊന്നും ചെയ്യാനായിട്ട് ഇടവരരുത്. ഈ കരങ്ങൾ കൊണ്ട് അത് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. യെശയ്യാപ്രവചനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥനകൾ കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കരങ്ങൾ വിശുദ്ധമാണോ എന്ന് ചിന്തിക്കും. കരങ്ങൾ പ്രവൃത്തിയാണ് കാണിക്കുന്നത്, നാം ചിന്തിച്ചതാണ്. കരങ്ങൾ വിശുദ്ധമാണോ എന്ന് ചിന്തിക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. പാപത്തിൻ്റെ അഗാധത്തിൽപ്പെട്ടിരിക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാൽ, എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ തടസ്സം വന്നിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ കൈ രക്തം പുരണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കരങ്ങൾ അശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവോ, നമ്മുടെ പ്രവൃത്തികൾ നീതിയുള്ളതാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പാപത്തിൽ നിന്ന് തികച്ചും മാന്യമായ കൈകൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു കാര്യം, 5-ാമത്തെ കാര്യം, 4 കാര്യങ്ങൾ പറഞ്ഞു, 5-ാമത്തെ കാര്യം, ഈ കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം?
ഇത് അനുഗ്രഹിക്കുന്ന കാലമായിരിക്കും. ഞാൻ തിമോഥെയോസിന്റെ ലേഖനത്തിൽ നിന്ന് കണ്ടു. അതുകൊണ്ട് ആകിയാൽ കോപവും വാഗ്വാദപ്പെട്ട് അതിന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഇത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരണം എന്നുള്ളത് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് അതാണ് കാണിച്ചത്. കർത്താവ് ഈ കരങ്ങൾ കൊണ്ട് അനേകരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. സുഖമില്ലാത്ത അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഈ കരങ്ങൾ, ഈ പ്രവൃത്തികൾ, നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വിഷയീഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കൈകൾ സേവനത്തിനും ശുശ്രൂഷയ്ക്കുമായിട്ട് വിനിയോഗിക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ശരീരശാസ്ത്രവും ആത്മീയ സത്യവും ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ നാം ആദ്യം ചിന്തിച്ചതുപോലെ കൈകൾ പ്രവർത്തിക്കുവാനാണ് തന്നിട്ടുള്ളത് എങ്കിൽ എഫെസ്യർ ലേഖനം 2-ാം അധ്യായം 10 വായിക്കുന്ന പോലെ സൽപ്രവർത്തികൾക്കായിട്ട് നമ്മെ സൃഷ്ടിക്കപ്പെട്ടവരാണെങ്കിൽ നാം അവ ചെയ്തു വരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നെങ്കിൽ നാം ആ കാര്യങ്ങൾ ചെയ്യുവാൻ രക്തശ്രദ്ധാലുക്കളായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വിരലുകളുടെ കൃത്യതയാണ്. വിരലുകളുടെ കൃത്യത വളരെ മനോഹരമായിട്ട് അതിൻ്റെ അളവ് വെച്ച് കാര്യങ്ങൾ വലിപ്പം വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതിൽ നിന്ന് നാം ഒരു കാര്യം മനസ്സിലായിരിക്കണം. നാം ക്രിസ്തു സഭയുടെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങൾ നമ്മെ ആക്കിയിരിക്കുന്നുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി നാം കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്തു തീർക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ സ്പർശന ശക്തിയെക്കുറിച്ച് നാം ഓർക്കുകയുണ്ടായി. സ്പർശന ശക്തി കൊണ്ട് നമുക്ക് ഈ പ്രവൃത്തികളുണ്ട് അടുത്തറിഞ്ഞാൽ എന്താണ് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു വിശ്വാസികളായിരിക്കുന്ന നാം അന്യോന്യമുള്ള ഒരു കൂട്ടായ്മ ബന്ധം പുലർത്തുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളത് ഇത്തരണത്തിൽ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കൈകൾ ചെയ്യുന്ന കാര്യം ഇത് സംരക്ഷിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ സംരക്ഷിക്കുന്നത് പോലെ നാം ഇന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ജീവിക്കുന്നവരുമാണെങ്കിൽ ഈ കരങ്ങൾ കൊണ്ട് കരുണയുള്ള കരങ്ങളാക്കി തീർത്ത് സംരക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് ആക്കി തീർക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രായോഗികമായിട്ട് നാം തിരിച്ചറിയണം, എൻ്റെ കൈകൾ എന്തിനു വേണ്ടിയുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ ഏത് നിലയിലായിരിക്കണം എന്നുള്ളത് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ കൈകൾ ശുദ്ധമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ കൈകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് നമുക്ക് വിനിയോഗിക്കുവാൻ കഴിയുന്നുണ്ടോ? നാം ചിന്തിക്കുന്നത് അതുതന്നെയാണല്ലോ. നമ്മുടെ ശരീരങ്ങളെ കൊണ്ട് നമുക്കെങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത് ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ കരങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? നമ്മുടെ ഈ കരങ്ങൾ ശുദ്ധമാണോ? ഈ കരങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീർക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ദൈവം വളരെ അത്ഭുതകരമായിട്ട് മനോഹരമായിട്ട് നമ്മെ മെനഞ്ഞ് ഉണ്ടാക്കിയതാണ്. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നത് അവൻ നമ്മെ ഉണ്ടാക്കി എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് അവൻ ഉണ്ടാക്കിയത് കൊണ്ട് നാം അവനുള്ളവരാണ്. അതുകൊണ്ട് നാം താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നത് കൊണ്ട് നാം നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം കണ്ടത് കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയണം. അത് കഴിഞ്ഞ് കാണുന്നത് രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും. അപ്പോൾ നമ്മുടെ ചെവിയെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഈ വന്ന കാലഘട്ടം നമുക്കറിയാം. നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് എന്താ? നമുക്കിഷ്ടമുള്ളത് കണ്ട രസമാധ്യമങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം, തമാശ പറയണം, നമുക്ക് പല കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് കേൾക്കാനായിട്ടുള്ള ഒരു വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. കാരണം നാം ഈ പാപമുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ചെവികളെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. മനുഷ്യ ശരീരത്തിലെ സൂപ്പർ സെൻസിറ്റീവായിട്ട് 2 അവയവങ്ങളുണ്ട്. ഒന്ന് ഈ ചെവി,
രണ്ടാമത് കണ്ണാണ്. അപ്പോൾ ഇതിനെ വളരെ സൂക്ഷിച്ചാൽ തന്നെ ഈ പറഞ്ഞ അവയവങ്ങളൊക്കെ ഓരോന്നിനും ഒന്ന് സൂക്ഷിച്ചാൽ മറ്റൊന്നൊക്കെ മെച്ചപ്പെടാൻ സാധ്യതയുള്ളതാണ്. ഈ രണ്ട് അവയവങ്ങളും അതുപോലെ തന്നെയാണ്. ഈ രണ്ട് അവയവങ്ങളും നാം സൂക്ഷിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് നേരായ പാതയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. കേൾക്കേണ്ടത് കേട്ട് നാം ജീവിച്ചാൽ ശരിയായ പാതയിൽ പോകാൻ കഴിയും. എന്താണ് കർത്താവ് ദൈവം പറഞ്ഞത്? മകനെ, ഇതിലൂടെ പോകുമ്പോൾ ഇതല്ല വഴി, അതിലെ പോകാൻ പറയും. നമ്മളേത് വഴി പോകും? അതാണ് നാം ചിന്തിക്കേണ്ടത്, അതാണ്. അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നതിനനുസരിച്ച് നാം പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ നാം കാണുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? നമുക്കൊരു വിവേചന ശക്തി ദൈവം തന്നിട്ടുണ്ട്. ഭേദാഭേദങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള വിവേചന ശക്തി ദൈവം നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് നാം കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ വളരെ കൃത്യതയോടെ മനസ്സിലാക്കി നാം മുൻപോട്ട് പോയാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചെവി ചെയ്യുന്നത് എന്താണ്? ശബ്ദത്തെ ശേഖരിക്കുകയാണ് ചെയ്യുക. കേൾക്കുന്നത് ആ ശബ്ദം വന്നിട്ട് അതിലെ ആവശ്യമില്ലാത്തതായിട്ടുള്ള അപശബ്ദങ്ങളെ ഒഴിവാക്കിയിട്ട് നല്ല കാര്യങ്ങളെ ഹൃദയങ്ങളിലേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അത് തലച്ചോറിലേക്ക് അയക്കുന്നു, അതിനെ പിന്നെ അതിന് വേറെ രൂപമാക്കി മാറ്റുന്നു. അപ്പോൾ നാം കേൾക്കുന്ന കാര്യങ്ങൾ നമുക്കതിൻ്റെ യഥാർത്ഥ ചിത്രം നമ്മുടെ മസ്തിഷ്കത്തിൽ നമുക്കതിനെ രൂപപ്പെടുത്തി തരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ചെവി ചെയ്യുന്നത് ജീവിതത്തിൽ വളരെ പ്രാധാന്യം നൽകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു അസുഖം വരാറുണ്ട് മനുഷ്യർക്ക്. എന്താ സൗകര്യം വരാറ്? ഇയർ ബാലൻസ്. അത് വന്നിട്ടുള്ളവർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. ഇയർ ബാലൻസ് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയണത്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഈ ചെവി കൊണ്ടാണ് അത് നടക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തെ ബാലൻസ് ചെയ്ത് നടത്തുന്നത് ഈ ചെവിയായിരിക്കണം. കേൾക്കേണ്ടത് കേൾക്കുവാനായിട്ട് നമ്മുടെ ചെവികളെ തുറക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, തിമോഥെയോസിന്റെ ലേഖനത്തിലാണ് തോന്നുന്നു, ഭക്തിവിരുദ്ധമായിട്ടുള്ള കിഴവി കഥകളെ ഒഴിച്ച് ഭക്തിയുടെ അഭ്യാസം ചെയ്യുവാനായിട്ട് അവിടെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും ശരീരാഭ്യാസത്തിനാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കേൾവി സുതാര്യതയുള്ളതായിരിക്കണം എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ബൈബിളിൽ ദൈവം ചെവിയെ വളരെ പ്രധാനമാക്കുന്ന കാര്യമുണ്ട്. സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു ഒരു കാര്യം, കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. അതിന്റെ അർത്ഥം എന്താണ്? ചെവി എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ശരിയാണ്, ബധിരരായിട്ടുള്ള ആളുകളുണ്ട്. കേൾക്കുന്ന ചെവിയുള്ളവരുടെ കാര്യത്തെ കുറിച്ചാണ് പറയുമ്പോൾ ആ കേൾപ്പാൻ ചെവിയുള്ളവൻ, അത് മനസ്സുള്ളവൻ, അതിന് വിധേയപ്പെടേണ്ട ഒരാളെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അതിന് പറഞ്ഞിരിക്കുന്ന അവയവം ഈ ചെവികളാണ്. അതുകൊണ്ട് അതിനെ പ്രധാനമുള്ളതായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു കാര്യം കർത്താവ് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആടുകൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ശബ്ദം കേൾക്കുന്നു. പ്രിയമുള്ളവരെ, അത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് കേൾക്കുന്ന ഒരു ചെവി ഉണ്ടായിരിക്കണം. ആടുകൾ നമുക്കറിയാം, മൃഗങ്ങളെ വളർത്തുന്നവർക്ക് അറിയാം. ആ വളർത്തുന്ന അതിൻ്റെ ഉടമസ്ഥൻ വന്ന് അതിനിട്ടിരിക്കുന്ന പേരോ അല്ലെങ്കിൽ ആ ശബ്ദമോ കേൾക്കുമ്പോൾ അത് തിരിച്ചറിയും. എന്നാൽ ഇന്ന് ദുഃഖകരം എന്ന് പറയട്ടെ, കർത്താവിന്റെ ആടുകൾക്ക് കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. ഞാനും നിങ്ങളൊക്കെ അതിൽ ഒരുപക്ഷെ പരാജയപ്പെട്ടിട്ടുണ്ടാകാം. കേൾക്കുന്ന ശബ്ദം തിരിച്ചറിയുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, കർത്താവ് ശിഷ്യന്മാരുടെ വിശ്വാസം പരീക്ഷിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരെ നിർബന്ധമായിട്ട് പറഞ്ഞയച്ചു. കർത്താവ് പ്രാർത്ഥിക്കാൻ മലയിൽ പോയി, ശിഷ്യന്മാർ പോയി, രാത്രിയായി, ഒരു വല്ലാത്ത സമയത്ത് അവരെവിടെയായി? കടലിന്റെ ആഴക്കടലിൽ അവരായി പോയിരിക്കുകയാണ്. അവര് കാറ്റും കോളൊക്കെ കണ്ട് ഭയന്ന് പടക് മുങ്ങാനായിട്ട് പോവുകയാണ്. കർത്താവ് അത് ദൂരത്ത് നിന്ന് കണ്ടു. കർത്താവ് അങ്ങോട്ട് ചെന്നു. പത്രോസ് ആളെ കണ്ടെങ്കിൽ ഇതാൾക്കാരെ ഭൂതമാണെന്ന് വിചാരിച്ചു. പക്ഷെ കർത്താവ് സംസാരിച്ചപ്പോൾ പത്രോസിനൊരു സംശയം വന്നു. കർത്താവ് നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ നീ എന്നെ കൽപ്പിക്കണം. അത്ര പറഞ്ഞിട്ട് പോലും വിശ്വാസത്തിൽ കുറവുള്ളവരായിട്ട് പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എൻ്റെ പ്രിയമുള്ളവരെ,
ശബ്ദം തിരിച്ചറിഞ്ഞിട്ടും ശബ്ദത്തിന് വിധേയപ്പെട്ടില്ലെങ്കിൽ ആഴക്കടലിൽ നിമതിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നാം വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ചെവി ശബ്ദം കേൾക്കുന്നത് പോലെ ആത്മീയ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. തെറ്റായ കാര്യങ്ങൾ കേൾക്കാൻ ചെവി തുറക്കാതെ ദൈവവചന കേൾവിക്കായിട്ട് സത്യം കേൾക്കുവാനായിട്ട് ചെവി തുറക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അത്രയും പറഞ്ഞ് ആ വിഷയം അവിടെ നിർത്തുകയാണ്. സമയം തീരാൻ പോവുകയാണ്. തുടർന്ന് നാം വായിക്കുന്നത്, ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നത്. കാണുന്നത് ഒരു പാപമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാം യാത്ര ചെയ്യുമ്പോൾ നാം കടന്നു ചെല്ലുന്ന ചില മേഖലകൾ പലതും കാണാനായിട്ട് സാധിക്കും. ഹരിതാർത്ഥമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിന് പിന്നെ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കാണാനായിട്ട് ശ്രമിച്ചാൽ അത് പാപമാണ്. പ്രിയമുള്ളവരെ, ഈ കണ്ണുകൾ കൊണ്ട് നമുക്കറിയാം, ഈ കണ്ണിനൊരു മേളിൽ ഒരു സാധനമുണ്ട്. അത് ആവശ്യമില്ലാത്ത കണ്ടാൽ ഉടനെ കണ്ണടയ്ക്കാൻ. അതാ അവിടെ പറഞ്ഞിരിക്കുന്നത്. ദോഷം കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയണം. പ്രിയമുള്ളവർ, ഇതൊക്കെ കുറെ ത്യാഗമുള്ള കാര്യമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അവയവങ്ങൾ മുഖാന്തരം ചെയ്യപ്പെടേണ്ടതായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ത്യാഗം സഹിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നാം കാണേണ്ടത് മാത്രം കാണുവാൻ കഴിഞ്ഞാൽ എത്രയോ ധന്യമാണ് എന്ന് നമുക്ക് ഓർക്കാൻ കഴിയും. നമുക്കറിയാം, കണ്ണ് എന്താണ് ചെയ്യുന്നത്? കണ്ണ് വെളിച്ചം സ്വീകരിച്ചിട്ട് കാണുവാനായിട്ടുള്ള കാര്യത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ശരീരത്തിൽ സൂപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് നാം അതിനായിട്ട് തന്നെ കാണേണ്ടത് കണ്ട് കാഴ്ച ഉള്ളവരായിട്ട് ജീവിക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ കണ്ണ് കൊണ്ട് പരിവർത്തനം നടക്കും. എന്താണ് അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? നാം ഇത് കണ്ടിട്ട് ചില കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യുകയാണ്. നാം കാണുന്നത് അതിന് വേറൊരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ കണ്ടിട്ട് കാര്യം നമ്മളിതിൽ അത് കാണുന്നത് നമ്മുടെ റെറ്റിനയിൽ പതിഞ്ഞിട്ട് അതിനെ ഒരു രൂപമാക്കിയിട്ട് അത് മാറ്റപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, നമ്മുടെ ബ്രെയിനിൽ അത് സൂക്ഷിക്കപ്പെടുകയാണ്. അത് സെർവറാണ്, അവിടെ സൂക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കാണേണ്ടത് മാത്രം കണ്ട് അതിനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നാം കണ്ണിനെ കുറിച്ചുള്ള കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ബൈബിളിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുക. ഒന്ന്, നമുക്ക് വളരെ പരിചയമുള്ളതാണല്ലോ, കണ്ണ് ശരീരത്തിൻ്റെ എന്താണ്? കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. മത്തായി സുവിശേഷം 6-22 വായിച്ച്, ശരീരത്തിന്റെ വിളക്ക് കണ്ണ് ആകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായി. ഒരു ലെവലില്ലാത്ത ശരീരപ്രകൃതി കണ്ടാൽ ഇഷ്ടപ്പെടും? ഇല്ല. ഇവിടെ പറയുകയാണ്, ഈ കണ്ണിന്റെ ആ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശമാനമായിരിക്കും. പ്രിയമുള്ളവരെ, വളരെ ദൂരത്തോട് ചെയ്ത് കർത്താവ് പറഞ്ഞ വാക്കുകൾ. അതുകൊണ്ട് നാം കർത്താവ് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. കണ്ണിൽ വരുന്ന പ്രകാശം അത് ജീവനാണ് എന്നുള്ളത് ഓർക്കണം. നാം കാണുന്നത് ദൈവികമായിട്ട് ആത്മീയമായ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള ജീവൻ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കണ്ണിൽ എന്തെങ്കിലും അശുദ്ധമായിട്ട് കടന്നു വന്നാൽ അത് ഇരുട്ടായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ കാണേണ്ട കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവൻ മാറ്റപ്പെടും. പ്രിയമുള്ളവരെ,
നമുക്കറിയാം, വിശ്വാസത്തോടുള്ള ബന്ധത്തിലും അല്ലാതെയും തിരുവചനം പരിശോധിക്കുമ്പോൾ ആ നിലയിൽ അത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഇവന്റെ കണ്ണ് തുറക്കണമേ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാനായിട്ട്, പ്രവൃത്തികളെ കാണുവാൻ കണ്ണ് തുറക്കണമേ. കണ്ണ് തുറക്കാത്തതുകൊണ്ടല്ല, പക്ഷേ അവിടുത്തെ ആത്മീയമായിട്ടുള്ള കരുതലിനെയും ദൈവത്തിന്റെ കൃപകളെക്കുറിച്ച് കാണുവാനായിട്ടുള്ള ഒരു കണ്ണ് അവനുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ കണ്ണിനോടുള്ള ബന്ധത്തിലും 3 കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ശരിയായിട്ടുള്ള ഒരു കാഴ്ച നമുക്കുണ്ടായിരിക്കണം. അതുപോലെ ഈ ശരിയായിട്ടുള്ള കാഴ്ച എന്ത് ചെയ്യുന്നു? ശരിയായിട്ടുള്ള ഒരു ദിശയിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നു. 3-ാമത്തെ കാര്യം, ഈ കാഴ്ച, ശരിയായിട്ടുള്ള കാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഒരു വിവേചന ശക്തി പകർന്ന് തരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തിരുവഴുത്തിൽ അനേകം സംഭവങ്ങളുണ്ട്, അതൊന്നും പറയാൻ ഇപ്പോൾ സമയമില്ലല്ലോ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 2 വ്യക്തി ജീവിതങ്ങൾ, ലോത്തും അവരുടെ ഭാര്യയും. ലോത്തിന്റെ ഭാര്യ അവരോട് പറഞ്ഞു, നീ അവരോട് പുറപ്പെട്ടു പോകാനും പറഞ്ഞപ്പോൾ, ലോത്തിനോട് അവരോട് പറഞ്ഞപ്പോൾ, നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി, ജീവൻ അപതാളത്തിലായി. ലോത്തിനെ കുറിച്ച് എന്താണ്? ലോത്ത് നോക്കിയത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. എനിക്ക് എന്ത് കിട്ടും, എൻ്റെ ജീവിതം ഏതെങ്കിലും മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് അത് അഭികാമ്യമല്ല. നമുക്ക് അഭികാമ്യമായിട്ടുള്ളത് ദൈവത്തോട് ആലോചന ചോദിക്കുക. ഞാൻ അവിടെ പോകണമോ? ആദ്യം ചോദിക്കേണ്ട ദൈവത്തിൻ്റെ അടുത്താണ്. ഞാൻ അവിടെ പോകുന്നത് അത് ശരിയാണോ എന്നുള്ളത്. ഞാൻ ഇന്ന കാര്യം ചെയ്യണമോ? അതിന് ആലോചന ദൈവത്തോടാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ കാണുന്നതിനനുസരിച്ചല്ല, നമ്മുടെ മാനുഷികമായിട്ടുള്ള ദൃഷ്ടികൾക്കനുസരിച്ചല്ല, നമ്മുടെ മാനുഷികമായിട്ട് ചെവികൾക്ക് കേൾക്കുന്നതനുസരിച്ചല്ല, മറിച്ച് ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് ആത്മീകമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ ഉള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആത്യന്തികമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ നിലയിൽ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് മഹത്വപ്പെടുത്തി നാം ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാണുന്നത്, ഇങ്ങനെയുള്ളവൻ അവൻ ഉയരത്തിൽ വസിക്കും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം കുറഞ്ഞവരായിരിക്കാം, പക്ഷേ നാം ഉന്നതന്റെ മക്കളാണ്, നാം ഉന്നതന്മാരാണ് എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവന്റെ പാറക്കോട്ടകളൊക്കെ നമ്മുടെ സുരക്ഷിതത്തെയാണ് കളയുന്നത്. എന്തിനാ നാം വേവലാതിപ്പെടുന്നത്? എന്നെ അറിയുന്ന, എന്നെ മാനിക്കുന്ന, എന്നെ സഹായിക്കുന്ന ഒരു കർത്താവ് എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളപ്പോൾ എന്തിനു നാം വേവലാതിപ്പെടണം? നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, പോകുകയും ലോകാവസാനത്തോളം എല്ലാ നാളിലും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. എല്ലാ നാളിലും കൂടെ ഇരിക്കുന്ന കർത്താവ്, തന്റെ വലം കരം പിടിച്ച് നമ്മെ നടത്തുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനമല്ലേ. പിന്നീട് എന്താ പറയുക? അവന്റെ അപ്പം അവന് കിട്ടും. നമുക്ക് എന്താവശ്യമാണോ അത് ലഭ്യമായി തീരും. പത്രയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഏതൊക്കെയാ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ആവശ്യമാണുള്ളത്. ആ ആവശ്യമായ കാര്യങ്ങളെല്ലാം നമുക്ക് നിർവഹിക്കുവാനായിട്ട് കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സകല കാര്യങ്ങളും കർത്താവിന് വേണ്ടി സമർപ്പിച്ചു ദൈവം നമുക്ക് മനോഹരമായിട്ട് നമ്മെ ഈ നിലയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ശരീരത്തിലെ അവയവങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ട് നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റക്കുറച്ചിലില്ലാത്ത മനോഹരമായിട്ടൊരു രൂപമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ദൈവം അത്യുന്നതനായിരിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവനായിരിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ സകല കാര്യങ്ങളും പരിമേൽപ്പിച്ചാൽ അവൻ നമ്മെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സങ്കീർത്തനങ്ങളിൽ നിന്ന് വായിക്കുന്നു, നിന്റെ വഴി യഹോവയെ പരിമേൽപ്പിക്കുക, അവൻ അത് നിർവഹിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നമ്മുടെ രാജാവിനെ കാണുവാൻ പോവുകയാണ്. നമ്മുടെ കണ്ണുകൾ വിശുദ്ധിയുള്ളതാണ്. നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നാം നമ്മുടെ കർത്താവിനെ കണ്ടിട്ടില്ല, വിശ്വാസത്തിന്റെ നയനങ്ങളാലെ കണ്ടിട്ടുള്ളൂ. അവരെ ആ മനോഹര രൂപത്തിൽ കാണുവാൻ പോകുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിലെ അവയവങ്ങൾ വിശുദ്ധിയുള്ളതാക്കി തീർത്തുകൊണ്ട് എത്രയും ഭക്തിയുള്ളവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചന പഠനം നമ്മുടെ വ്യക്തിപരമായ ജീവിതം എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം? ദൈവത്തിൻ്റെ ആലോചന നാം കേട്ടു. ആകെയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം.
അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചതുപോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ട്? യാഗമുണ്ട്. അതുകൊണ്ട് ത്യാഗപരമായിട്ടൊരു ക്രിസ്തീയ ജീവിതം നയിച്ച് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ഉറപ്പിച്ചു പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതുമാണെന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞു കർത്താവിൻ്റെ ഭാഗത്ത് വിശ്വസ്തരായിട്ട് ജീവിച്ചു അവന് മഹത്വം വരുമ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അവൻ്റെ വലിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. അവിടുത്തെ അവസരത്തിൽ നിന്നും കണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഗുണം എഴുത്തുന്നു, എൻ്റെ ഗുണം നിന്നോട് പറ്റിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ ഹൃദയം കേവലം മാംസമായ ഒരവയവമല്ല എന്ന് മനസ്സിലാക്കുവാനുള്ള വേദം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അന്തർണ്ണത്തെ കാണിക്കുന്നു. ഞങ്ങളുടെ ഗുണത്തെ ഓരോ അവയവങ്ങളായി എടുത്ത് കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും അതെന്തിനും ദൈവം നമുക്ക് അവരോട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുവാനും കർത്താവെ കൂടുതലായി ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ അവയവങ്ങളെ, ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ അന്തരംഗത്തെ ഈ രാത്രി നിനക്ക് സമർപ്പിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായിട്ട് ദാസനോട് നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസങ്ങളിൽ ദാസൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നീ അവനെ ബലപ്പെടുത്തി ഞങ്ങളെയും ഇത്രത്തോളം സഹായിച്ചു. തുടർന്നും ഞങ്ങളെ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് മുഴുവനായി സമർപ്പിക്കുന്നു. അവിടുത്തെ നാമം